നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാർക്ക് പോലും പഴയകാലത്ത് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ അറിവുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളുടെ ആചാര്യന്മാർ എങ്ങനെയാണ് ഈ കാട്ടുചെടികളുടെ ഔഷധവീര്യം കണ്ടെത്തിയിരുന്നത്? ജീവധാര എന്ന ഈ പരിപാടിയിൽ എന്തുകൊണ്ടും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ സർവാത്മനാ യോഗ്യനാണ് ശ്രീ രാജശേഖരൻ. അദ്ദേഹം ജീവനെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുള്ള, ഒത്തിരി അന്വേഷിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. ഹോളിസ്റ്റിക് ചികിത്സാ സമ്പ്രദായങ്ങളിൽ പ്രാണി ഹീലിംഗ്, റേക്കി, റിഫ്ലക്സോളജി, അങ്ങനെ പല ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഭാരതത്തിൽ മാത്രമല്ലല്ലോ, ഭാരതമാണ് ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ കണ്ടെത്തൽ ഭാരതത്തിലാണ്. അതേ അവസരത്തിൽ അത് വിദേശങ്ങളിൽ പോയിട്ട് വീണ്ടും അത് തിരിച്ചു വരുന്നുണ്ട്. ഭാരതീയമാണെങ്കിൽ പോലും വിദേശീയർ അതിൽ കൂടുതൽ ഗവേഷണം ആധുനിക കാലത്ത് നടത്തിയിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച് വളരെയധികം അന്വേഷിച്ചിട്ടുള്ളതും അതിൻ്റെ മാസ്റ്റർ ഡിഗ്രികളുമുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ രാജശേഖരൻ സാർ. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളിലൊക്കെ ഈ ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന സസ്യങ്ങൾ, അതിൻ്റെ ഔഷധ വീര്യവും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ചില സാങ്കേതികത്വങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും കണ്ടെത്താനുള്ള ഒരു സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഓരോ മരുന്നുകളും ഓരോ ചെടികളും ഇന്ന അസുഖങ്ങൾക്കല്ല, ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും വരുന്ന അസുഖങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഇത് പറ്റും, അത് പറ്റും. ഇത് കാരണം 4 ലക്ഷത്തിൽ പരം വൈവിധ്യമാർന്ന ഈ സസ്യസമൂഹത്തിൽ നിന്ന് ഇന്ന സസ്യങ്ങൾ പറ്റുള്ളൂ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അവർക്ക് എങ്ങനെയാണ് അത് അറിയാൻ കഴിഞ്ഞത്? അതിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നാണ് സാറിൻ്റെ അഭിപ്രായം? അത് നമ്മുടെ ഈ ഭാരതീയ ഋഷിമാരാണ് യഥാർത്ഥത്തിൽ വൈദിക കാലഘട്ടം മുതൽ തന്നെ, ഇപ്പോൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വേദ കാലഘട്ടം മുതൽ തന്നെ ചിന്തിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം പിന്നീടാണ് ഇവിടെ ഇത് കൂടുതൽ പരാമർശിക്കുന്ന, കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയതുപോലുള്ള ഗ്രന്ഥങ്ങൾ, ചരക സംഹിത, സുശ്രുത സംഹിത, അതുപോലെ അഷ്ടാംഗഹൃദയം വളരെ പ്രധാനപ്പെട്ട, ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. ഇത്രയധികം ഗവേഷണം ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ? പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഓരോ മരുന്നിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വരുമ്പോൾ അവർ ശരിക്കും ലാബറട്ടറികളിൽ അല്ലെ പരീക്ഷണശാലകളിൽ ശരിക്കും നിരീക്ഷിച്ച് അനുഭവിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് ഇവരെഴുതി വച്ചിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ വാസ്തവത്തിൽ ഇതൊന്നുമില്ലാതെ അവർക്കൊരു വസ്തു കണ്ടാൽ, ഇപ്പോൾ ഒരു ഈ ഇല കാണുകയാണെങ്കിൽ അവർക്ക് ആ ഇലയിലുള്ള രാസഘടകമോ അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റമിൻസോ ഒന്നുമല്ല, ആ ഇലയ്ക്കൊരു പ്രഭാവലയുണ്ട്. ഈ പ്രഭാവലയം കണ്ടിട്ട് ഇത് ഏതു തരം രോഗത്തിന് പറ്റും, ഈ പ്രഭാവലത്തെയാണ് ഓറ എന്ന് പറയുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ ആത്മീയത, ആത്മീയ ചൈതന്യം ഇവയെല്ലാം ഒരു പരിധിവരെ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ അത്യന്താധുനിക ഉപകരണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു തുളസി മന്ത്രം ചൊല്ലി കൈകൊണ്ട് പിടിച്ച് പൂജിക്കുമ്പോൾ, പൂജ കഴിഞ്ഞ് അതിനകത്തുള്ള ചൈതന്യം അളക്കുമ്പോൾ, അതുപോലെ തുളസിയിട്ട വെള്ളത്തിൻ്റെ, തീർത്ഥത്തിൻ്റെ ഒരു തുള്ളിയുടെ ചൈതന്യം അളക്കുമ്പോൾ ഇന്ന് നിലവിലുള്ള കിർലിയൻ ഫോട്ടോഗ്രാഫി, ഇഗ്ലി ഫോട്ടോഗ്രാഫി, ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫിയുടെ സഹായത്താൽ ഈ തുളസിയിൽ എത്രത്തോളം ചൈതന്യം നിലനിർത്താൻ സാധിക്കുമെന്നും അത് പൂജിക്കുന്നതിന് മുമ്പും പൂജിച്ചതിന് ശേഷവും അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും അത് ജലത്തിലിടുമ്പോൾ ജലത്തിൻ്റെ ഒരു തുള്ളിയുടെ ഓറയിൽ വരുന്ന വ്യത്യാസം എത്രയാണെന്നും വളരെ വ്യക്തമായിട്ട് പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ബാംഗ്ലൂരിലുള്ള മോഡേൺ മെഡിക്കൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ വൃന്ദ.
അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ നിന്ന് അത്യത്ഭുതകരമായ ചില പ്രത്യേകതകൾ തുളസി ഇലയിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മന്ത്രം ചൊല്ലുമ്പോൾ, പൂജ നടത്തുമ്പോൾ, അത് ജലത്തിലിട്ട് തീർത്ഥമാക്കുമ്പോഴെല്ലാം ആ തുളസിയുടെ മഹത്വം ജലത്തിലേക്കും വിഗ്രഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും എല്ലാം പ്രകാശിക്കുന്നതായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവപ്രപഞ്ചത്തിൻ്റെ ദൈന്യാവസ്ഥയിൽ വിളിക്കാതെ തന്നെ കടന്നു ചെന്ന് സൗഖ്യം പകരുന്ന ചൈതന്യമത്രേ ഈശ്വരൻ. അതുപോലെ സുഖവർദ്ധകമായി, അഗ്നിവർദ്ധകമായി, പ്രാണരക്ഷകമായി മനുഷ്യൻ്റെ സർവകോശങ്ങളിലും അവനറിയാതെ കടന്നു ചെന്ന് സൗഖ്യവും സ്വാസ്ഥ്യവും പകരുന്ന തുളസി, നീ അമൃതജന്മമാണ്.